ഇടനാഴിയിലോടിക്കയറണ ചെറുകാറ്റിന് വായിച്ചറിയാൻ ചുവരുകളിൽ കോറിയിടുന്നുണ്ടേ നമ്മുടെ കഥകൾ. പതിവായി നാം പാടണ പാട്ടിൽ നമ്മളിപ്പോ 2000-2001 ബാച്ചിന്റെ ഒരു മധുരമി മാന്തോപ്പ് എന്ന് പറയുന്ന ഒരു പരിപാടി ഏകദേശം ഒരു 10-23 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഓരോരുത്തരും കാണുന്നത് തന്നെ. സത്യം പറഞ്ഞാൽ അതിനുശേഷം 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഞാനെന്നും പറഞ്ഞാൽ പിന്നെ ഇവിടെ ആരെയും നമുക്ക് കണ്ടിട്ട് പോലുമില്ല. അപ്പൊ അതൊരു വലിയൊരു എക്സൈറ്റ്മെന്റ് ആണ് ഇപ്പോൾ ഇത്. കാരണം മുഴുവൻ ആളുകളെ നമുക്ക് നേരിട്ട് മുഖപരിചയം പോലും ഇല്ലാത്തൊരവസ്ഥയിലാണ്. അപ്പൊ എല്ലാവരും ഇപ്പൊ ഇവിടെ വന്നിട്ട് വേണം നമുക്ക് പരിചയപ്പെടാനും പരിചയം പുതുക്കാനും തിരിച്ചറിയാനും ഒക്കെ. അപ്പൊ അതിന്റെ ഒരു വലിയ എക്സൈറ്റ്മെന്റ് നമുക്ക് ഉണ്ട്. പൊടിപാറണ നടവഴിയിനിയും ചുവടുകളിൽ നമ്മെ തിരയും മിഴിയോടണ ജനൽ വഴിയിനിയും പതിവുള്ളൊരു പുഞ്ചിരി തിരയും ചിരിയൂർന്നൊരു ഗോപണിയടിയിൽ കടലാസിലൊരോർമ്മ കുറിക്കും ചുമ ചേർന്നൊരു ചിത്രമെടുക്കാൻ വെയിലാറിയ മുറ്റമൊരുക്കും ചിരിയറിഞ്ഞ തീരം ചിറകുവച്ച പ്രായം മിഴി നിറയ്ക്കയാണോ മിഴി നിറയ്ക്കയാണോ പ്രിയപ്പെട്ട പത്രസിയിലെ ക്ലാസ് ടീച്ചറായിട്ടുള്ള മല്ലിക ടീച്ചറെ നല്ല വേദി കൊടുക്കാം. അപ്പൊ ടീച്ചറെ ഈ ഒരു വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. പത്രസിയിലെ പ്രിയപ്പെട്ട ക്ലാസ് ടീച്ചറായിരുന്നു. 1993 മുതൽ 2010 വരെ ചെർപ്പശ്ശേരി ഹൈസ്കൂളിൽ ജോലി ചെയ്തിട്ടുണ്ട്. ചെർപ്പശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 2000-2001 SSLC ബാച്ചിന്റെ ശ്രീ മുഹമ്മദ് മാസ്റ്റർ വൈജ്ഞാനികതയ്ക്ക് വേണ്ടി മാത്രമുള്ള ഒരു സ്വാഗതം പറച്ചിൽ എന്നതിനുപരി ഒരിക്കലും ഒരു പ്രസംഗവേദിയാക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്റെ മുമ്പിലിരിക്കുന്ന പലരും പരസ്പരം കാണുന്നത് തന്നെ നീണ്ട 22 വർഷങ്ങൾക്ക് ശേഷമാണ് എന്നതൊരു യാഥാർത്ഥ്യമാണ്. സംസാരിച്ചു. അത് ഉടലെടുത്തത് ഒരു ഇൻസ്പിറേഷൻ എന്ന മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ നമ്മളിൽപ്പെട്ട ചില ആളുകൾ പങ്കെടുക്കുകയുണ്ടായി. അതിന് കിട്ടിയ ഊർജവും പ്രചോദനവുമാണ് ആ സ്കൂളിന്റെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്ത് 14ാമത്തെ ദിവസം വളരെ വലിയൊരു സംഖ്യ നമ്മളിപ്പോൾ കൊടുക്കാൻ സാധിച്ചു. എന്തായാലും ഒരു കാര്യം എന്തായാലും ഞാൻ നിർമ്മിപ്പിക്കുന്നില്ല. എന്നെ ഏൽപ്പിച്ച കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ മുഹമ്മദ് മാസ്റ്ററാണ്. ഈ ഒരു മധുരമി മാന്തോപ്പിന്റെ ചടങ്ങിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ രമാദേവി ടീച്ചറെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കോമള ടീച്ചർ കെമിസ്ട്രി സബ്ജക്റ്റ് ആണ് എടുത്തിരുന്നത്. 10I ക്ലാസ് ടീച്ചറാണ്. മുന്നോർക്കോട് സ്കൂളിലെ HM ആയിരുന്നു. വളരെ സ്നേഹത്തോടു കൂടി ഈ ഒരു ചടങ്ങിലേക്ക് മധുരമി മാന്തോപ്പ് ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. രാംകുമാർ മാഷ് ഈ സ്കൂളിലെ
ഈ ഒരു ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ മല്ലിക ടീച്ചറെ നമ്മുടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ ജയരാജ് മാഷ് ഫസ്റ്റ് ഡി മാത്സ് ആയിരുന്ന സബ്ജക്ട് AEO ആയിരുന്നു. വളരെ സ്നേഹത്തോടു കൂടി മധുരമി മാന്തോപ്പ് ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ ഈ വിദ്യാലയത്തിന്റെ നിലവിലുള്ള ആദരണീയരായ ഗുരുശ്രേഷ്ഠരായ രമാദേവി ടീച്ചർ, കോമള ടീച്ചർ, രാംകുമാർ സാർ, മല്ലിക ടീച്ചർ, ഗീത ടീച്ചർ, ഈ സ്കൂളിന്റെ PTA-യുടെ പ്രസിഡന്റ്, 22 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ വേദിയിൽ ബഹുമാന്യനായ മുഹമ്മദ് മാസ്റ്റർ വാചകം ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണ്. ശാസ്ത്രത്തിന് മറ്റും സാധിക്കും, പക്ഷേ അത് അവശനായിരിക്കുന്ന ഒരാൾക്ക് നൽകണമെന്നൊരു പക്ഷേ ശാസ്ത്രം നമ്മെ പഠിപ്പിക്കുകയില്ല. അത് നമ്മെ പഠിപ്പിക്കാൻ നമുക്കൊരു ഹൃദയവിശാലതയാണ് വേണ്ടത് എന്നുള്ള ഒരു വാചകം അന്ന് ഞാൻ സംസാരത്തിൽ പറഞ്ഞതായി ഓർക്കുകയാണ്. ഏതായാലും മനസ്സുകളിൽ ഓർമ്മയുടെ അലതല്ലലാണ്. ഒരു നൂറ്റാണ്ട് മുമ്പ് സർക്കാർ സമിതിക്ക് വേണ്ടി കൃത്യമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരു നൂറ്റാണ്ട് മുമ്പ് മഞ്ഞുമലയിൽ തട്ടി തകർന്ന് തരിപ്പണമായി സമുദ്രോപരിതലത്തിൽ നിന്നും അതിന്റെ മദർഷിപ്പിൽ നിന്നും വേർപെട്ടുകൊണ്ട് സമുദ്രോപരിതലത്തിൽ നിന്നും അതിന്റെ ആഴത്തിലേക്ക് ഊളിയിടാൻ പ്രേരിപ്പിക്കുകയാണ് ഈ സദസ്. ജലഗണികകൾ നമ്മുടെ കൈകളിൽ ആവാഹിച്ചെടുത്തുകൊണ്ട് കൂട്ടുകാരിയുടെ വിഷണ്ണനായി നിൽക്കുന്ന ആ കൂട്ടുകാരിയുടെ ദയനീയതയിൽ കുസൃതിയോടുകൂടെ ആർത്തട്ടഹസിച്ച് ചിരിച്ചത് 2001 നാം ഇവിടെ SSLC എഴുതി എന്നുള്ളതാണ്. ഇന്ത്യയെ കുറിച്ച് പറയുമ്പോൾ ഇന്ന് ഓഗസ്റ്റ് 31 രണ്ടു വാക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. അതിന്റെ ഏറ്റവും ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്. 6th day of November 1949 do hereby adopt, enact and give to ourselves this constitution. എന്നതാണ് ഇന്ത്യയുടെ മനോഹരമായ ഭരണഘടനയുടെ അതിമനോഹരമായി നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ഒരു സദസ്സിൽ എന്നോട് 10 മിനിറ്റ് സംസാരിക്കാൻ ആര്യാമ്പ എന്ന തന്റെ അമ്മ ചോദിച്ചു. ശ്രീ ശങ്കരാചാര്യർ അതിന് നൽകിയ ഒരു മറുപടി ഒരു ശ്ലോകമായിരുന്നു. നൈരുച്യം, അമ്മയെ നിങ്ങൾ എന്നെ ഗർഭം ചുമന്ന സമയത്ത് നിങ്ങൾക്ക് അരുചി അനുഭവിച്ചിരുന്നുവല്ലേ? നിങ്ങൾക്ക് മലമയി ശയ്യാസ സംവത്സരി, നിങ്ങൾ എന്റെ മലമൂത്രങ്ങൾ വർഷങ്ങളോളം ശയ്യയാക്കിയിരുന്നുവല്ലേ എന്നുള്ള ഒരു ശ്ലോകമാണ് നിന്നെ പ്രസരാചാര്യർ മറുപടി പറഞ്ഞത്. ഇത് തന്നെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു അനുയായി പ്രവാചകനോട് ചോദിച്ചു, ഞാൻ പ്രവാചകന്റെ മറുപടി നിന്റെ ഉമ്മയോട്. വീണ്ടും ആഗതൻ ചോദിച്ചു രണ്ടാമതാരോട്. പ്രവാചകനോടാണ് കൂടുതൽ കടപ്പാട് കാണിക്കേണ്ടത് എന്നായിരുന്നു. എങ്കിൽ പ്രവാചകന്റെ മറുപടി സ്നേഹിക്കുകയും പരിചരിക്കുകയും വേണമെന്ന് ഒരു സന്ദേശം പോലെ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ സംഗമത്തിന്റെ ബാക്കി പത്രം എന്ന് പറയുന്നത് ഞങ്ങൾ അവർക്ക് സഹായഹസ്തം ഇതിനുശേഷം നീട്ടുകയും ഞങ്ങളാൽ കഴിയുന്നത് പരമാവധികൾ. അതുകൊണ്ട് തന്നെ പക്ഷേ ഈ ചെയ്യാനുള്ളതോ ഇതിലേറെ മനോഹരമായ മധുരതരമായ പ്രവൃത്തികളാണ്. ഒരു അനുബന്ധം കൂടി കുറിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഓടിക്കയറണ ചെറുകാറ്റിന് വായിച്ചറിയാൻ ചുവരുകളിൽ കോറിയിടുന്നുണ്ടേ നമ്മുടെ കഥകൾ. പതിവായി നാം പാടണ പാട്ടിൽ തലയാട്ടിയ വാഗമരങ്ങൾ ഇനി എന്നാണിതുവഴി എന്നാവാ.